കാർത്തിക നാളുകാരുടെ 2024 സാമാന്യ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം. കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറിലും അവസാന മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമാണ് വരുന്നത്. മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹുവും കുംഭം രാശിയിൽ ശനിയും നിൽക്കവേ ആണ് 2024 പ്രവേശിക്കുന്നത്. പൊതുവെ കാർത്തികക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പലതും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് അധികം വൈകാതെ സാധിക്കുന്നതാണ്. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. കൂടാതെ അന്യദേശങ്ങളിൽ IT ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തികമായ പുരോഗതി, ആഗ്രഹിക്കുന്നത് പോലെ സൗകര്യപ്രദമായ വാസസ്ഥലം, മറ്റ് ആനുകൂല്യങ്ങൾ ഇവയൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് അവസരമുണ്ടാകും. ഉപരിപഠന കാര്യങ്ങളിലും വിചാരിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സുകളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കർമ്മമേഖല കൂടുതൽ വിപുലീകരിക്കാൻ സന്ദർഭം കൈവരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർമാരുമായി വളരെ അടുത്ത ഊഷ്മളമായ ബന്ധം വെച്ച് പുലർത്തുന്നതിനും അതുവഴി നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനും സാമ്പത്തികമായി വലിയ വളർച്ച നേടിയെടുക്കാനും സാധിക്കും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് ഇത്. ഔദ്യോഗിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം, അനുകൂലമായ സ്ഥലം മാറ്റം ഇതൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ വളരെ സ്വസ്ഥതയും സന്തോഷവും അനുഭവപ്പെടുന്നതാണ്. വിവാഹാലോചനകളിൽ ഈ വർഷം ആരംഭത്തിൽ തന്നെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും. ഗൃഹനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷാരംഭം തന്നെ അതിനുള്ള സാഹചര്യം ലഭിക്കുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം, ഒരു സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഈ വർഷം. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ സമഗ്രമായ രാശിചിന്തയിലൂടെ മനസ്സിലാക്കി വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും
രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഈ 1199 ആരംഭകാലത്ത്. ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.